ശ്രീ ചാൾസ് ജോർജ് ചേരുന്നുണ്ട്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി പ്രതിനിധി കൂടിയാണ്. ശ്രീ ചാൾസ്, ഇത് നേരത്തെ എടുക്കേണ്ട കേസായിരുന്നു എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇത് സർക്കാർ വൈകിപ്പിച്ചു? ഇതിപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നൊരു പരാതി വന്നപ്പോൾ മറ്റെല്ലാ സാങ്കേതികമായി അവർ പറഞ്ഞ കാരണങ്ങളെല്ലാം മാറി കേസെടുക്കുന്നതിലേക്ക് എത്തിയില്ലേ കാര്യങ്ങൾ? ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്ന ഷാംജി എന്ന് പറയുന്നത് CIT ജില്ലാ സെക്രട്ടറിയാണ്. ഗവൺമെന്റ് ഒരു സ്കേപ്പ് കോട്ട് മുന്നിൽ നിർത്തിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഒരു രക്ഷണം ചെയ്തൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്. രണ്ട്, ഈ കേസ് സംഭവം അന്ന് തന്നെ നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഫോൺ വഴി മന്ത്രിയോട് ചർച്ച ചെയ്തു. 28-ാം തീയതി മന്ത്രി വിളിച്ച ചോദിച്ച് ഞങ്ങൾ പറഞ്ഞു ഇത് നടന്നിരിക്കുന്നത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ്. ഒന്ന്, 2-3 കാര്യം കൊണ്ടാണ്. ഒന്ന്, ക്യാപ്റ്റൻ നമ്മൾ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ തന്നെ ആവശ്യപ്പെട്ടു. രണ്ട്, ഇത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. നമ്മുടെ കടൽ അതിർത്തി ലംഘിച്ച് വന്നാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത്. ആ ക്യാപ്റ്റൻ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വലിയ കാര്യങ്ങൾ എളുപ്പം നടക്കുമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഗോപാലകൃഷ്ണന്റെ ആശാന്റെ കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് ആശാൻ ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞ പോലെയാണ് ഗവൺമെന്റ് നിലപാട്. നമ്മളെ ജനങ്ങളുടെ ഉപജീവനം മുഴുവൻ തകർത്ത് മത്സ്യത്തൊഴിലാളി മേഖല തകർത്തൊരു കമ്പനിയോട് ഗവൺമെന്റ് ക്ഷമിച്ചിരിക്കുകയാണ്. അതാണ് നടന്നിരിക്കുന്നത്. 17 ദിവസം കഴിഞ്ഞപ്പോൾ കേസിലൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. അത് ഒരാളെ നിർത്തി കൊടുത്തിരിക്കുന്നത് മാത്രം ഗവൺമെന്റ് കൊടുത്താൽ മനസ്സിലാക്കണം. അത് എന്ത് വായിക്കൊണ്ട് അയാൾ കേസ് കൊടുത്ത നല്ല കാര്യമാണ്. വായിക്കുകയാണെങ്കിൽ ഗവൺമെന്റ് ബുദ്ധി വന്നതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ഇത് നമ്മുടെ മാത്രം വിഷയമല്ല. ലോകത്ത് എത്ര കപ്പലുകൾ മുങ്ങുന്നു? 8,500 കപ്പൽ മുങ്ങിക്കിടക്കുക. അതിന്റെ 6 ബില്യൺ ഗാലൺ എണ്ണയും മുങ്ങിക്കിടയ ലോകത്ത്. ഇത് വലിയ ഗുരുതര രാഷ്ട്രീയ വിഷയമാണ്. അപ്പൊ അത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്താണെങ്കിലും ഈ കപ്പൽ മുങ്ങിയിരിക്കുന്നത് മലബാർ അപ്വെല്ലിംഗ് റീജിയൻ എന്നറിയപ്പോൾ ലോകത്തിലും സമ്പന്നമായ ഒരു മത്സ്യസങ്കേതത്തിലും മുങ്ങിയിരിക്കുക 2 കപ്പലും. രണ്ടാമത്തെ കപ്പലിലും കേസെടുക്കാനുള്ള അവകാശമുണ്ട്. കാര്യം ഞങ്ങൾ ആദ്യം മുതൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. അന്ന് മുതൽ മന്ത്രി വാസവനും ഞങ്ങൾ ഫിഷറി മന്ത്രിയും പറഞ്ഞത് കേരളത്തിന് കേസെടുക്കാൻ റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞത്. അവർ നിയമവിചാരത്തിൽ ഞങ്ങൾ പടുവിഡ്ഢികളുമായി മാറിയല്ലോ. എന്നിട്ട് ഇപ്പൊ അവർ കേസെടുക്കാൻ തയ്യാറാണ്. അന്ന് മുതൽ ഞങ്ങൾ പറഞ്ഞിരിക്കും 2014 നിങ്ങൾക്കറിയാമല്ലോ എൻട്രിക്കൽ കേസിൽ. ആ കേസിൽ കക്ഷിയെന്ന ഒരാളാണ് ഞാൻ. 15 ദിവസം കോടതി വാദിച്ച ഒരാളുമാണ്. അപ്പൊ ആ കേസിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടു. അവരെന്ത് ചെയ്തു? സംസ്ഥാനം 200 നോട്ടിക്കൽ മേലിനുള്ളിൽ എന്ത് സംഭവം ഉണ്ടായാലും സംസ്ഥാനത്തിന്റെ കോസ്റ്റൽ പോലീസ് കേസെടുക്കാൻ അവകാശമുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി ഭാഗത്തുണ്ട്. കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ കോസ്റ്റൽ പോലീസിന് കേസെടുക്കാൻ ആവശ്യം ഓർഡർ ഇട്ടു. ആ ഓർഡർ കയ്യിൽ വെച്ച് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നു കേരളത്തിന് അവകാശമില്ലായിരുന്നു. അപ്പൊ ആരാണ് ജനങ്ങളെ പഠിച്ചത്? ആരാണ് ജനങ്ങളെ വിജയികളാക്കുന്നത്? ഞാൻ എന്റെ ചോദ്യം പറഞ്ഞു. രണ്ടാമത്തെ വിഷയം പറയട്ടെ. 17 ദിവസം കഴിഞ്ഞിരിക്കും. അല്ല, ഒരു സംശയം ഇതിൽ ചോദിക്കട്ടെ. ഇപ്പൊ ഇതിലെ ഒരു മുൻഗണന എന്താന്നുള്ളത് നേരത്തെ തന്നെ പല രീതിയിൽ ഔദ്യോഗികമായിട്ട് അറിയിച്ചില്ലെങ്കിലും സർക്കാർ ഇതിൽ പറഞ്ഞിരുന്നത് ഇത് മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം, ഒപ്പം തന്നെ ഈ മലിനീകരണം തടയാനുള്ള ചിലവ് അത് കമ്പനിയിൽ നിന്ന് വാങ്ങിയെടുക്കാനുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയിരുന്നത്. ഇപ്പൊ കേസ് എന്നുള്ള, അതും ക്രിമിനൽ കേസ് എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ നടത്തിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് നഷ്ടപരിഹാരം ഡിലേ ആകാനോ, നിങ്ങൾ ഈ ആശങ്കപ്പെടുന്ന ഈ പറയുന്ന മലിനീകരണം തടയാനുള്ള പ്രവൃത്തിയിലേക്ക് കടക്കുന്നതിലൊക്കെ ഡിലേ വന്നാൽ അതും വീണ്ടും ബാധിക്കില്ലേ? അതെല്ലാം ബാധിക്കും മാഡം. യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് 18 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അവർ മിക്കവാറും അവർ യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഇൻഡെമിനിറ്റി ക്ലബിന്റെ ഭാഗമാണ് എല്ലാ കപ്പലുകളും. ഇന്റർനാഷണൽ ആയിട്ടുള്ള സ്ഥാപനമാണ്. കോമ്പൻസേഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കപ്പൽ കമ്പനിക്ക്. അവർ യഥാർത്ഥത്തിൽ ബ്രിട്ടാനിയ എന്നൊരു കമ്പനി ലണ്ടൻ ആസ്ഥാനമായ കമ്പനിയാണ്. ആ കമ്പനി നിർബന്ധമായി എന്ത് ചെയ്യും? സ്വാഭാവിക കേൾക്കുമെന്നാണ് കേസെടുക്കാൻ സാധനങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി അവരെന്ത് ചെയ്യും? സിവിൽ പ്രൊട്ടക്ഷൻ ഇന്റൻഷൻ ഓർഡർ മേടിക്കും. എവിടെ നിന്നായിരിക്കും? അവർ ആസ്ഥാനം ജനീവയിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ലണ്ടനിൽ നിന്ന് മേടിക്കാം. കേസെടുത്ത് അവിടെ പോവോ? ഈ ഷാംജി പോവോ? ഞാൻ പോവുക? കേരള ഗവൺമെന്റ് പോവുക? ഇതൊക്കെ ഒരു ആസൂത്രണ ഏർപ്പാടല്ലേ? ഈ ഗവൺമെന്റും ഈ കമ്പനിയായിട്ടുള്ള ധാരണ ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ അവിടെ പോയി കേസെടുത്തതിനെ ബാധിച്ച് വിജയിക്കും. യഥാർത്ഥ അറ്റമൊഴി കേരളത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കാണ്. കേരളം മുഴുവൻ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും ഒറ്റക്കട ഗവൺമെന്റ് ആവശ്യപ്പെട്ട് കേസെടുക്കണം. 15 ദിവസം ആവശ്യപ്പെട്ട് ഞങ്ങൾ ഗവൺമെന്റ് സ്വീകരിച്ചില്ല. ഇതിനകത്ത് ഒരുപാട് പ്രീസിഡന്റ് ലോകത്തുണ്ടായിട്ടുണ്ട്. ലോകത്ത് ഒരുപാട് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അവരുടെ മാർക്കോൾ കൺവെൻഷൻ അനക്സ് 1 പ്രകാരമാണ് എണ്ണ പ്രധാനം എടുക്കുന്ന കേസിനെ കുറിച്ച്. അനക്സ് 2 പ്രകാരം ടാസ്ക് പ്രധാനം കേസെടുക്കും. ലഭിക്കാവുന്ന കൊമൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ അസാഡസ് ആൻഡ് നോക്ഷ്യസ് സബ്സ്റ്റൻസ് കൺവെൻഷൻ HNS 2019 പ്രകാരം മണിക്കൂർ നഷ്ടപരിഹാരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണമലയുടെ ബംഗർ കൺവെൻഷൻ ഒക്കെ പറയുന്നുണ്ട്. ഒരുപാട് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഉണ്ട്. ഇത് അറിയാത്ത ആൾക്കാരുടെ കേരള ഗവൺമെന്റ് ഒരുപാട് ഇത്രയും കാര്യങ്ങളൊക്കെ മുന്നിലുണ്ടായിട്ടുമാണ് കേസെടുക്കേണ്ട എന്ന നിലപാടിലേക്ക് സർക്കാർ പോയത്. അതിലെ ഒരു ദുരൂഹത ഇപ്പോഴും കിടക്കുന്നു. വളരെ നന്ദി ശ്രീ ചാൾസ് ജോർജ്.